സമനില തെറ്റിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഏത് ലോകരാജ്യങ്ങൾക്കും ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കടന്നു പോകുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിലെ ദെയ്റാൽ ബലാഹിലെ അൽ അക്സ ആശുപത്രിയിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ആ വാർത്ത ഒന്ന് നടുക്കത്തോടെ അല്ലാതെ ലോകത്ത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയേറെ പൈശാചികമായിരുന്നു അവരുടെ ആക്രമണം. ഗാസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ വികാരിയുമായി ബന്ധപ്പെട്ട സംഭാഷണം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. ഗബ്രിയൽ റോമനെല്ലി എന്ന ആ വികാരി പറഞ്ഞിരിക്കുന്നത്, ഇത്രയും നീചന്മാരും ക്രൂരന്മാരുമായിട്ടുള്ള ഈ ജൂതന്മാരെ മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി എന്നുള്ളതാണ്. അവർ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല, അവർക്കിഷ്ടമില്ലാത്തവരെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് കാണുന്നവരെ, അത് ഏതർത്ഥത്തിലായിരുന്നാലും അവർ പിച്ചി ചീന്തുകയാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം 29 പാലസ്തീൻകാരുടെ ജീവനാണ് ഒരൊറ്റ ദിവസം കൊണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മറുപടി പറയാൻ തന്നെയാണ് ഹമാസ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയാണ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞത്. 3 പേരെയാണ് വധിച്ചത്. പള്ളി വികാരിയായ ഗബ്രിയൽ റോമനെല്ലി അടക്കം 10 പേർക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പള്ളിയുടെ വളപ്പിൽ നടത്തിയ ഈ ആക്രമണത്തിൽ എന്ത് എക്സ്പ്ലനേഷനാണ് നൽകാൻ നിങ്ങൾക്ക് കഴിയുക മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് പള്ളി വികാരി ചോദിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ ഇടപെട്ടിരിക്കുന്നു. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പരിപൂർണമായി ഇസ്രായേൽ നടപ്പിലാക്കണം, അതല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇടപെടേണ്ട സാഹചര്യം വരും. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. പള്ളിക്ക് കേടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ത് രീതിയിലുള്ള ന്യായീകരണം നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കുരുന്നുകളുടെ ജീവൻ എടുക്കുന്നതിന് ഏതർത്ഥത്തിലാണ് അത് ന്യായീകരിക്കാൻ കഴിയുക എന്ന് നേരത്തെ തന്നെ UN സെക്രട്ടറി ജനറലായിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ്. പാലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയൽ റോമനെ മാർപ്പാപ്പ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും നേരത്തെ തന്നെ പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നതാണ്. കാരണം ഇവിടെ നടക്കുന്ന മനുഷ്യ കുരുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുസ്ലിം രാജ്യങ്ങളോ അല്ലെങ്കിൽ ഹമാസോ ഹിസ്ബുള്ളയോ അതല്ലെങ്കിൽ ഹൂതികളോ ഒരു വിശദീകരണം നടത്തിയാൽ അത് വൺ സൈഡഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനായി മാത്രമേ, അതായത് ഒരു പക്ഷം ചേർന്ന് പറയുന്നതായിട്ട് ആളുകൾക്ക് തോന്നും. പക്ഷേ നിഷ്പക്ഷരായ കത്തോലിക്കക്കാരെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും ഒരു രീതിയിലും പങ്കെടുക്കാത്ത സമാധാനപ്രിയരായവരെ ആക്രമിച്ച് അവരെ കൊല ചെയ്യുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ? നെതന്യാഹു, നിങ്ങൾ ലോകത്തെമ്മാടിയാണെന്ന് കൃത്യമായി വീണ്ടും വീണ്ടും തെളിയിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്.